ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മുതൽ നമ്മൾ സോഷ്യൽ സയൻസ് SCERT പഠിച്ചു തുടങ്ങുകയാണ്. ന്യൂ SCERT ആണ് ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ VFA എക്സാമിന് വേണ്ടിയിട്ട് കമ്പനി ബോർഡ് LGS, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, BFO തുടങ്ങി ഇനി വരാനായിട്ട് പോകുന്ന എല്ലാ എക്സാമുകൾക്കും മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന LPUP എക്സാമിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഈ സീരീസാണിത്. അപ്പോൾ ഈ ഒരു സീരീസ് തുടക്കം മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തേക്കാം. ക്ലാസ് 5 മുതൽ ക്ലാസ് 10 വരെയുള്ള ന്യൂ SCERT ആദ്യം കവർ ചെയ്യുകയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യം പീലിയുടെ ഗ്രാമം എന്ന ചാപ്റ്ററാണ് നോക്കുന്നത്. ഈ ഒരു ചാപ്റ്റർ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ല. ഇതിൽ ഒരുപാട് പോയിന്റുകളൊന്നുമില്ല. അപ്പോൾ ഈ പീലിയുടെ ഗ്രാമം എന്ന ചാപ്റ്ററിലെ ടീച്ചർ ടെക്സ്റ്റിലെ കുറച്ച് കാര്യങ്ങളാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഭക്ഷണവും മനുഷ്യരും എന്ന ചാപ്റ്ററും നോക്കും. നമ്മൾ ക്ലാസ്സിലേക്ക് വരാം. ആദ്യം പീലിയുടെ ഗ്രാമം എന്ന ചാപ്റ്റർ ഒന്ന് കാണിച്ചു തരാം ഞാൻ. അതിൽ അധികം പോയിന്റുകളൊന്നുമില്ല എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതാണ് പീലിയുടെ ഗ്രാമം എന്ന ചാപ്റ്റർ. അപ്പോൾ ഇതിൽ കുറേ പിക്ടോറിക്കൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ 5th സ്റ്റാൻഡേർഡിലെ ആണല്ലോ. അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ചിത്രങ്ങളിലൂടെയൊക്കെയാണ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ടീച്ചർ ടെക്സ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ, വിപണികൾ എന്താണ്, ആഴ്ച ചന്തകൾ എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അതിലേക്ക് വരാം, നമുക്ക് നോക്കാം. എന്താണ് വിപണി? വിപണി എന്താണ്? ചരക്കുകൾ, സാധനങ്ങൾ, കന്നുകാലികൾ എന്നിവ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ആളുകൾ പതിവായി ഒത്തുചേരുന്ന ഇടമാണ് വിപണി. സവിശേഷ സാംസ്കാരികതയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സാമൂഹിക സ്ഥാപനങ്ങളാണ് വിപണിയെ സാമൂഹ്യ ശാസ്ത്രജ്ഞർ കാണുന്നത്. ഉപഭോക്താക്കൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുക വഴി സമൂഹത്തിൽ സാധന സേവനങ്ങളുടെ വിതരണവും ലഭ്യതയും ഉറപ്പുവരുത്തുന്നത് വിപണിയാണ്. ഇത് ടീച്ചർ ടെക്സ്റ്റിലെ കുറച്ച് വേർഡ്സ് ആണ്, അതുകൊണ്ടാണ് ഇത് ഇൻക്ലൂഡ് ആക്കിയത് കേട്ടോ. അപ്പോൾ വിപണി എന്താണ്? ചരക്കുകൾ, സാധനങ്ങൾ, കന്നുകാലികൾ എന്നിവ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായിട്ട് ആളുകൾ പതിവായി ഒത്തുചേരുന്ന ഇടമാണ് വിപണി എന്ന് പറയുന്നത്. അത് സവിശേഷ സാംസ്കാരികതയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സാമൂഹിക സ്ഥാപനങ്ങളായിട്ടാണ് വിപണിയെ സാമൂഹ്യ ശാസ്ത്രജ്ഞർ കാണുന്നത്. ഉപഭോക്താക്കൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും ഒക്കെ ലഭ്യമാക്കുക വഴി സമൂഹത്തിൽ സാധന സേവനങ്ങളുടെ വിതരണവും ലഭ്യതയും ഒക്കെ ഉറപ്പുവരുത്തുന്നത് വിപണിയാണ്. ഇതാണ് വിപണിയെക്കുറിച്ച് ടീച്ചർ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ചേരി എന്താണെന്ന് നോക്കാം. ചേരി വളരെ ജനസാന്ദ്രതയുള്ള നഗര പാർപ്പിട മേഖലകളാണ് ചേരികൾ. വളരെ ജനസാന്ദ്രതയുള്ള നഗര പാർപ്പിട മേഖലകളാണ് ചേരികൾ. ചേരികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പലപ്പോഴും കുറവായിരിക്കും. ശുചിത്വ സേവനങ്ങൾ, ശുദ്ധജല വിതരണം, മറ്റടിസ്ഥാന സേവനങ്ങൾ എന്നിവയുടെ അപര്യാപ്തത ചേരികളിൽ പ്രകടമാണ്. സാമൂഹികവും സാമ്പത്തികവുമായ പിന്നാക്കാവസ്ഥയും സുരക്ഷിതമല്ലാത്ത പാർപ്പിടങ്ങളും ചേരികളുടെ പരിമിതികളാണ്. ഇപ്പോൾ ചേരി എന്നാൽ എന്താണ്? വളരെ ജനസാന്ദ്രതയുള്ള നഗര പാർപ്പിട മേഖലകളാണ് ചേരികൾ എന്ന് പറയുന്നത്. ജനസാന്ദ്രതയുള്ള നഗര പാർപ്പിട മേഖലയാണ് ചേരികൾ. ചേരികളിൽ പൊതുവെ എന്താണ്? അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കുറവായിരിക്കും. ശുചിത്വ സേവനങ്ങൾ, ശുദ്ധജല വിതരണം, മറ്റ് അടിസ്ഥാന സേവനങ്ങൾ എന്നിവയുടെ അപര്യാപ്തത ചേരികളിൽ പ്രകടമാണ്. സാമൂഹികവും സാമ്പത്തികവുമായ പിന്നോക്കാവസ്ഥയും സുരക്ഷിതമല്ലാത്ത പാർപ്പിടങ്ങളും ചേരികളുടെ പരിമിതികളായിട്ടും ടീച്ചർ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഇനി അടുത്തൊരു പോയിന്റ് ആഴ്ച ചന്തകളെ കുറിച്ചാണ്. ആഴ്ച ചന്തകൾ തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാനും സ്വന്തം ഗ്രാമങ്ങളിൽ ലഭിക്കാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങാനുമെത്തുന്ന അടുത്തടുത്ത ഗ്രാമങ്ങളിലെ ആളുകളെ ആഴ്ച ചന്തകൾ ഒന്നിച്ച് ചേർക്കുന്നു. ആഴ്ചയിൽ 1-2 ദിവസങ്ങളിലാണ് ഈ ചന്തകൾ ഉണ്ടാകുന്നത്. ആഴ്ച ചന്തകൾ ആഴ്ചയിൽ 1-2 ദിവസമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ്? നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമത്തിൽ ലഭിക്കാത്ത ഉൽപ്പന്നങ്ങൾ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാനായിട്ടും സാധിക്കും അല്ലേ? അപ്പോൾ തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാനും സ്വന്തം ഗ്രാമത്തിൽ ലഭിക്കാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങാനും എത്തുന്ന അടുത്തടുത്ത ഗ്രാമങ്ങളിലെ ആളുകൾ ആഴ്ച ചന്തയിൽ ഒന്നിച്ച് ചേർക്കുന്നു. ആഴ്ചയിൽ 1-2 ദിവസമാണ് ഈ ചന്തകൾ ഉണ്ടാകുന്നത്. ഇനി അന്തിച്ചന്തകൾ. എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ തെരുവുകളിലാണ് അന്തിച്ചന്തകൾ ഉണ്ടാകുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ തെരുവുകളിലാണ് അന്തിച്ചന്തകൾ ഉണ്ടാകുന്നത്. വാരാന്ത വിപണികൾ എന്താണെന്ന് നോക്കാം. വാരാന്തം അല്ലെ, ഒരു വീക്കെൻഡ് വിപണികളാണ്. വിപുലമായിട്ടുള്ള കുടിയേറ്റം നടന്നിട്ടുള്ള ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങളുടെ അഭാവമൊക്കെയുള്ള സമ്പദ് വ്യവസ്ഥ വികസിച്ചിട്ടില്ലാത്ത മലം പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഗോത്രവിഭാഗങ്ങളിൽ താമസിക്കുന്ന ആളുകളുള്ള മലം പ്രദേശങ്ങളിൽ വാരാന്ത വിപണികൾ സാധനങ്ങളുടെ ക്രയവിക്രയത്തിൻ്റെയും സാമൂഹിക വ്യവഹാരങ്ങളുടെയും മുഖ്യ സ്ഥാപനങ്ങളാണ്.
തദ്ദേശവാസികൾ തങ്ങളുടെ കാർഷിക വനവിഭവങ്ങളുടെ വിൽപ്പനയ്ക്കായി വ്യാപാരികളെ സമീപിക്കുകയും അവിടെ നിന്ന് അവർ ആവശ്യ വസ്തുക്കൾ വാങ്ങുകയും ചെയ്യുന്നു. ഇതാണ് വാരാന്ത വിപണികൾ. വിപുലമായിട്ടുള്ള കുടിയേറ്റം നടന്നിട്ടുള്ള അല്ലെങ്കിൽ ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങളുടെയൊക്കെ അഭാവമുള്ള ഏരിയാസിൽ സാമ്പത്തിക വ്യവസ്ഥ അത്ര വികസിച്ചിട്ടില്ലാത്ത, പ്രത്യേകിച്ച് വനമല പ്രദേശങ്ങളിലൊക്കെയുള്ള ഗോത്ര ജനത താമസിക്കുന്ന ഏരിയാസിലൊക്കെ വാരാന്ത വിപണികൾക്ക് സാധ്യത ഏറെയാണ്. കാരണം അവർ കാട്ടിൽ നിന്നൊക്കെ ശേഖരിച്ചിട്ടുള്ള അവരുടെ വസ്തുക്കൾ അല്ലെ കാർഷിക വനവിഭവങ്ങളുടെ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ഈ വ്യാപാരികളെയൊക്കെ സമീപിക്കാനായിട്ടും അവിടെ നിന്ന് അവർ ആവശ്യ വസ്തുക്കൾ വാങ്ങുകയും അവർക്ക് കൾട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവർ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് വിൽക്കാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പീലിയുടെ ഗ്രാമം എന്ന ടോപ്പിക്കിൽ ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ആ ഒരു ചാപ്റ്ററിലെ ടീച്ചർ ടെക്സ്റ്റിലെ പോയിന്റാണ് ഈ പറഞ്ഞത്. ടെക്സ്റ്റ് ബുക്കിൽ അവിടെ കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് അടുത്തൊരു ലെസണിലോട്ട് പോവാം. സെക്കൻഡ് ലെസൺ ഏതാണെന്ന് നോക്കാം. സെക്കൻഡ് ലെസൺ വരുന്നത് ഭക്ഷണവും മനുഷ്യരും എന്നുള്ളതാണ് കേട്ടോ. 5th സ്റ്റാൻഡേർഡിലെ തന്നെയാണ് സെക്കൻഡ് ലെസൺ, ഭക്ഷണവും മനുഷ്യരും. അപ്പോൾ ഇത് ഈ ഒരു ഭാഗത്ത് കാർഷിക വിളകളും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബയോളജിയിൽ പരിസ്ഥിതി, കൃഷിയും പരിസ്ഥിതി എന്ന് പറഞ്ഞിട്ട് ടോപ്പിക് ഉണ്ടല്ലോ LP UPക്ക്. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നതാണ് ഭക്ഷണവും മനുഷ്യരും. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരാം. ആദ്യം തന്നെ ഒരു ഡയറി എൻട്രിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് വിഭവങ്ങളെക്കുറിച്ചൊക്കെയാണ്, ഭക്ഷ്യ വിഭവങ്ങളെക്കുറിച്ചൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയോ, എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണ്. ആദിമകാലത്ത് ഇലകൾ, പഴങ്ങൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ എന്നിവയായിരുന്നു ജീവികളുടെ ഭക്ഷണം. കൂടാതെ ചില ജീവികൾ മറ്റു ജീവികളെ കൊന്നു ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. മനുഷ്യരും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ആദിമ മനുഷ്യരുടെ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. മൃഗങ്ങളെ വേട്ടയാടുന്നതും പിന്നീട് അവയെ കൊണ്ടുവന്ന് ചുട്ടു തിന്നുന്നതും മീൻ പിടിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ തീയും ഭക്ഷണവും നോക്കാം. തീ ഉൽപാദനവും നിയന്ത്രണവും. അപ്പോൾ ആദ്യകാലങ്ങളിൽ തീയുടെ ഉപയോഗം അറിയാത്തതിനാൽ ലഭ്യമായ വസ്തുക്കൾ പച്ചയായി തന്നെ അവർ ഭക്ഷിച്ചിരുന്നു. എന്നാൽ തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതോടുകൂടി അവർ ഭക്ഷണം വേവിച്ച് കഴിക്കാനായിട്ട് തുടങ്ങി. തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷണ രീതിയിലുണ്ടായ സുപ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ്. കാട്ടുതീയിൽപ്പെട്ട് ചത്ത മൃഗങ്ങളുടെ വെന്ത മാംസമായിരിക്കാം അവർ കഴിച്ച ആദ്യത്തെ വേവിച്ച ഭക്ഷണം. തീ ഉണ്ടാക്കുവാനും അതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനും പരിശീലിച്ചതോടുകൂടി മാംസവും മത്സ്യവുമൊക്കെ ചുട്ടു തിന്നുവാൻ അവർ ആരംഭിച്ചു. ക്രമേണ വേരുകളും കിഴങ്ങുകളും ചുട്ടു തിന്നാൻ തുടങ്ങി. ഇങ്ങനെയാണ് മനുഷ്യർ ഭക്ഷണം പാകം ചെയ്തു കഴിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത്. അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന മനുഷ്യർ വേട്ടയാടിയും ശേഖരിച്ചും അന്നന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് നേടിയിരുന്നത്. പിൻകാലത്ത് ഭക്ഷണ സമ്പാദനത്തിനായി അവർ മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരായി. ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, പ്രത്യേകിച്ച് ഒന്നുമില്ല. തീ ഉൽപാദനവും നിയന്ത്രണവും. ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ ഉരച്ചും തീ ഉണ്ടാക്കുന്നത് മനുഷ്യർ കണ്ടു. ഉണക്ക മരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കാമെന്ന് അവർ പിന്നീട് മനസ്സിലാക്കുകയും ചെയ്തു. ഓക്കെ, ഇനി ഭക്ഷ്യോൽപാദനം. കാലക്രമേണ മനുഷ്യർ ഭക്ഷണ ആവശ്യത്തിന് വേണ്ടി മൃഗങ്ങളെ ഇണക്കി വളർത്തുവാനും സസ്യങ്ങളെ പരിപാലിക്കാനും തുടങ്ങി. ഭക്ഷണ ആവശ്യത്തിനായി അവർ ആദ്യം ഇണക്കി വളർത്തിയത് ആട്, ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെ ആയിരുന്നു. അപ്പോൾ നോക്കിക്കോളൂ, മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണ് നായ. മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചേരാൻ കഴിവുള്ളതിനാൽ വേട്ടയാടലിനും കാവലിനുമായി നായകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. കൃഷി വ്യാപകമായതോടുകൂടി മറ്റു മൃഗങ്ങളെയും ഭക്ഷണത്തിനും മറ്റു ആവശ്യങ്ങൾക്കുമായി ഇണക്കി വളർത്താനായിട്ട് തുടങ്ങി. വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആയിരിക്കാം ആദിമ മനുഷ്യൻ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. പാറപ്പുറത്തിട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകും, വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകും, എന്നാൽ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്ന് അവർ മനസ്സിലാക്കി. ഇങ്ങനെയാണ് കൃഷി ആരംഭിച്ചത്. അപ്പോൾ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ തുടങ്ങിയത് എങ്ങനെ, അതുപോലെ ആദിമ മനുഷ്യൻ കൃഷി ആരംഭിച്ചത് എങ്ങനെയായിരിക്കാം എന്നൊക്കെയുള്ള കൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്. തുടർന്ന് ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും കൃഷി തൈകളും തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി. ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത്. കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും പ്രധാനമായും ലഭ്യമായിരുന്ന നദീതടങ്ങളിലാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. ഇതോടുകൂടി ഭക്ഷണം തേടി അലഞ്ഞു നടന്നിരുന്ന മനുഷ്യർ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസം ആരംഭിച്ചു. ഇപ്പൊ കൃഷി തുടങ്ങിയതോടു കൂടിയിട്ടാണ് മനുഷ്യർ സ്ഥിരവാസം ആരംഭിച്ചത്. അത് പ്രത്യേകിച്ചും വെള്ളം അവൈലബിൾ ആവുന്ന നദീ തീരങ്ങളിലൊക്കെ ആയിരുന്നു അവർ വാസസ്ഥലം കണ്ടെത്തിയിരുന്നത്. ഇനി
കൃഷിയിടങ്ങളുടെ സമീപത്ത് മനുഷ്യർ സ്ഥിരവാസമാക്കിയതുകൊണ്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും? കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു, ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല, ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു, കൂടുതൽ വിശ്രമ സമയം കിട്ടി, അല്ലെ, കുടുംബമായിട്ട് താമസിക്കാനായിട്ട് തുടങ്ങി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇനി ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണം. ആദിമ മനുഷ്യർ അന്നന്നത്തേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് ശേഖരിച്ചിരുന്നത്. എന്നാൽ കൃഷി പുരോഗമിച്ചതോടു കൂടിയിട്ട് മനുഷ്യർക്ക് ആവശ്യമായതിലധികം ഭക്ഷ്യവസ്തുക്കൾ ലഭിച്ചു. ദൈനംദിന ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളവ സൂക്ഷിച്ചു വെക്കുന്നതിന് പ്രത്യേകം സൗകര്യങ്ങൾ ആവശ്യമായി വന്നു. അപ്പോൾ ബാക്കിയായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ അവർ എന്ത് ചെയ്തു? മൺചട്ടി, മൃഗത്തോല് കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ, ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകളിലൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകാം. കമ്പ്, കല്ല്, കൊമ്പ്, എല്ല് എന്നിവയായിരുന്നു മനുഷ്യരുടെ ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ. മണ്ണിളക്കി വിത്ത് കുഴിച്ചിടാൻ ഈ ഉപകരണങ്ങൾ അവർക്ക് സഹായകമായിട്ടുണ്ടായേക്കാം. ഓക്കെ. വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്നതാണല്ലോ മൺകട്ട. എന്നാൽ മണ്ണ് കുഴച്ച് പാത്രങ്ങളാക്കി രൂപപ്പെടുത്തി ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാമെന്നും ചൂടാക്കാമെന്നും മനുഷ്യർ മനസ്സിലാക്കി. ആദ്യകാലങ്ങളിൽ കളിമണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. കൃഷി വ്യാപകമായതോടുകൂടി ധാന്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ പല വലിപ്പത്തിലുള്ള മൺപാത്രങ്ങൾ ആവശ്യമായി വന്നു. മൺപാത്രങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നതിനും ഉപയോഗിച്ചിരുന്നു. അവ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടെത്തിയത് മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു. ഇത് മൺപാത്ര നിർമ്മാണം വ്യാപകമാകുന്നതിന് കാരണമായി. ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുന്നതിനായി പ്രാചീന കാലത്ത് ധാന്യപ്പുരകൾ നിർമ്മിച്ചിരുന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഭാഗത്ത് പറയുന്നത്. നോക്കാം. പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം. ഇവിടുത്തെ ഏറ്റവും പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ധാന്യപ്പുര. ഇവ ഇഷ്ടിക കൊണ്ട് കെട്ടിയുണ്ടാക്കിയതായിരുന്നു. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇനി ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തെക്കുറിച്ച് നോക്കാം. അതായത് ആദിമകാലത്ത് മനുഷ്യർ അന്നേക്കുള്ള ആഹാരമാണ് കണ്ടെത്തിയത്. പിന്നീട് കൃഷിയൊക്കെ വന്നതോടുകൂടി അവർ സംഭരിച്ച് വെക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ആദ്യം മനുഷ്യർ ആവശ്യത്തിലധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിൽക്കാല ഉപയോഗത്തിനായി സൂക്ഷിച്ചു വെക്കുക മാത്രമാണോ ചെയ്തിട്ടുണ്ടാവുക? അപ്പോൾ എന്താണ്, അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ബാർട്ടർ സിസ്റ്റം ആയിരുന്നു, അല്ലേ? എനിക്ക് എന്താണോ ഉള്ളത് അത് ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കും, അല്ലേ? മറ്റൊരാൾക്ക് കൊടുക്കും, അയാളുടെ കൈവശം എന്താണോ ഉള്ളത് അത് ഞാൻ വാങ്ങിക്കും, അല്ലേ? അപ്പോൾ എൻ്റെ ആവശ്യത്തിനുള്ളത് എടുത്തതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഞാനൊരു ബാർട്ടർ സിസ്റ്റത്തിലൂടെ എനിക്ക് മറ്റുള്ള സാധനങ്ങൾ ആവശ്യമായി വരുന്നവ ഞാൻ കണ്ടെത്തുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ആ ഒരു ബാർട്ടർ സിസ്റ്റം ആയിരുന്നു അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. അതാണ് കൈമാറ്റ സമ്പ്രദായം എന്ന ഭാഗത്ത് വരുന്നത്. നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുൻപ് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഈ കൈമാറ്റ രീതിയാണ് ബാർട്ടർ സമ്പ്രദായം എന്ന് അറിയപ്പെട്ടിരുന്നത്. ക്ലിയർ ആയല്ലോ? ബാർട്ടർ സമ്പ്രദായം കൈമാറ്റ സമ്പ്രദായമാണ്. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ബാർട്ടർ സമ്പ്രദായം. ബാർട്ടർ സമ്പ്രദായം പോലെയുള്ള കൈമാറ്റങ്ങൾ സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾക്ക് ഇടയാക്കി. സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിലേക്ക് നയിച്ചു. അതുവഴി ചന്തകൾ രൂപം കൊണ്ടു. ചന്തകൾ ക്രമേണ കച്ചവട കേന്ദ്രങ്ങളായി വികസിച്ചു. സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ജനങ്ങൾ കച്ചവട കേന്ദ്രങ്ങളിൽ എത്തുകയും അവ ക്രമേണ നഗരങ്ങളായി മാറുകയും ചെയ്തു. ഇനി ദേശങ്ങൾ കടന്നും ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം എന്ന ടോപ്പിക്കിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിന്നിരുന്നില്ല. ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചിരുന്നു. പ്രാചീന കാലം മുതൽ നമ്മുടെ നാടിന് വിദൂര ദേശങ്ങളുമായി സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു. റോമക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ എന്നിവരുമായാണ് പ്രധാനമായും കൈമാറ്റം നിലനിന്നിരുന്നത്. ഇവിടെ കണ്ടോ, സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ കണ്ടോ? ഈ സുഗന്ധ വ്യഞ്ജനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഈ മറ്റുള്ള രാജ്യക്കാർ നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരുന്നത്. ഇന്ത്യയിൽ നിന്നും മറ്റു ദേശങ്ങളിലേക്ക് പ്രധാനമായി കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളാണ് കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട എന്നിവ. ഇവയിൽ വിദേശീയർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളകായിരുന്നു. വാസ്കോഡ ഗാമയെ കുറിച്ച് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡ ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചെലവിൻ്റെ 60 ഇരട്ടി വിലയുടെ ചരക്കുകൾ കൊണ്ടുപോയതായി ചരിത്രരേഖകളിൽ പറയുന്നു. ഇനി കച്ചവടത്തിൻ്റെ വ്യാപനമാണ് പിൻകാലത്ത് വിദൂര ദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത്. ഇത്തരം കൈമാറ്റങ്ങളുടെ ഫലമായി ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന ചില ഭക്ഷ്യവിഭവങ്ങളുടെ ചിത്രമാണ് ചുവടെ തന്നിരിക്കുന്നത്. പേരയ്ക്ക, പപ്പായ, കൈതച്ചക്ക, കശുവണ്ടി, മരച്ചീനി, ഉരുളക്കിഴങ്ങ് ഇവയൊക്കെ പല നാട്ടിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് വന്നവയാണ്. പേരയ്ക്കയുടെ ജന്മദേശം മെക്സിക്കോയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് പേരയ്ക്കയാണ്. കച്ചവടത്തിന് പുറമെ തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും മറ്റുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യർ ഇന്നും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിനിമയം കൂടുതൽ വ്യാപകമാക്കുന്നു.
ഈ ഭാഗത്തൊക്കെ നമ്മൾ ബൈഹേർട്ട് ചെയ്യേണ്ട പോയിന്റ്സും അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ച് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങളും നിലനിന്നിരുന്നു. സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ തടസ്സമുണ്ടാക്കി. അങ്ങനെ ആ ഒരു വിവേചനത്തിനെതിരെ സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചെറായിയിൽ മിശ്രഭോജനം നടത്തുകയുണ്ടായി. ഇത് PYQ ആണ്. മിശ്രഭോജനം നടത്തിയതിനെക്കുറിച്ച് ചെറായിൽ മിശ്രഭോജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? സഹോദരൻ അയ്യപ്പൻ. മിശ്രഭോജനത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1917 മെയ് 29 വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരായിട്ടാണ് ഈ സമരം നടത്തിയത്. മിശ്രഭോജനത്തിന് നേതൃത്വം കൊടുത്തതിനാൽ ശക്തമായ എതിർപ്പ് സഹോദരൻ അയ്യപ്പന് നേരിടേണ്ടി വന്നു. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തെയാണ് ഇത് വെളിവാക്കുന്നത്. ജാതി വ്യവസ്ഥയാണ് ഈ ഒരു അസമത്വത്തിന് കാരണമായിരുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആരാണ്, ഡേറ്റ് എന്നാണ്, എവിടെയാണ്, ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. 1917 മെയ് മാസം 29 വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എറണാകുളത്ത് ചെറായിൽ വെച്ച് മിശ്രഭോജനം സംഘടിപ്പിച്ചിരുന്നത്. ജാതി വ്യവസ്ഥയാണ് ഇങ്ങനെ ഒരു അസമത്വം നിലനിൽക്കാനായിട്ട് കാരണമായിട്ടുള്ളത്. ഓക്കെ, ഇനി പട്ടിണിയുടെ നേർക്കാഴ്ചകൾ. കുറച്ച് ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഒക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഭക്ഷണം എല്ലാ മനുഷ്യരുടെയും അവകാശമാണ്. എന്നാൽ ജീവൻ നിലനിർത്താൻ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ ആയിരങ്ങൾ ലോകത്തിന്റെ പലയിടങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, യുദ്ധം, തൊഴിലില്ലായ്മ തുടങ്ങിയവ ദാരിദ്ര്യത്തിനും പട്ടിണിക്കും കാരണമാകുന്നുണ്ട്. ബംഗാളിലെ ഭക്ഷ്യക്ഷാമം ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും തൽഫലമായി നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു. അതിനൊരു ഉദാഹരണമാണ് 1943 ബംഗാളിൽ ഉണ്ടായ ഭക്ഷ്യക്ഷാമം. ഇയർ ഒന്ന് അറിഞ്ഞിരിക്കുക, 1943. ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു. ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിന്റെ ഫലമായി അവിടുത്തെ നെൽകൃഷി വ്യാപകമായി നശിച്ചു. ഇതിനെ തുടർന്ന് ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായി. ഈ ക്ഷാമകാലത്ത് ഏകദേശം 30 ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു. അപ്പോൾ ഈ ഒരു ഇയർ ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ്. 1943 ബംഗാളിലുണ്ടായ ഭക്ഷ്യക്ഷാമം. 1943. സമ്പത്തിന്റെ വിതരണത്തിലുള്ള അസമത്വമാണ് പട്ടിണിക്ക് മറ്റൊരു കാരണം. എല്ലാവർക്കും തുല്യമായല്ല സമ്പത്ത് വിതരണം ചെയ്യുന്നത്. അതിനാൽ ചിലർ യഥേഷ്ടം ഭക്ഷണം കഴിക്കുമ്പോൾ ചിലർക്ക് പട്ടിണി അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവരും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ഓരോ വർഷവും ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നു. ലോക ഭക്ഷ്യദിനം എന്ന് ഒക്ടോബർ 16. LGSനൊക്കെ ചോദിക്കാം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി മാതൃകയായ സംസ്ഥാനമാണ് കേരളം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയായിട്ടുള്ള കുടുംബശ്രീ മിഷൻ ഇതിന് ഉദാഹരണമാണ്. ഇനി നമുക്കിവിടെ തന്നിരിക്കുന്നത് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തെക്കുറിച്ചാണ്. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം വർഷം 2013, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്. ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 നിലവിൽ വന്നു. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നത് 2013. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. നെക്സ്റ്റ്, ഭക്ഷണവും ആരോഗ്യവും. മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണല്ലോ ഭക്ഷണം. ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന് സുപ്രധാന പങ്കുണ്ട്. പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു. എന്നാൽ അനാരോഗ്യകരമായ ഭക്ഷണശീലം പല ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകുന്നുമുണ്ട്. ഇനി 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. ഒരുപാട് തവണ PSC ചോദിച്ച ചോദ്യമാണ്. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം ഏത്? 2023. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യവിളകളാണ് ചെറുധാന്യങ്ങളായിട്ടുള്ള ജോവർ, റാഗി, വരക്, തിന തുടങ്ങിയവ. ഇതൊക്കെ ചെറുധാന്യങ്ങൾക്ക് എക്സാമ്പിളാണ്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും മറ്റു ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും.
അതിനാൽ പോഷകസമൃദ്ധമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേന ഉൾപ്പെടുത്തണം. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമാണ് എന്നത് ഓർത്തിരിക്കുക. ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷത്തിന്റെ പ്രധാന ലക്ഷ്യം. ജോവർ, റാഗി, വരക്, തിന ഇതൊക്കെ ചെറുധാന്യങ്ങൾക്ക് എക്സാമ്പിളാണ്. പിക്ചേഴ്സ് ഉണ്ട്. റാഗി, ജോവർ, ബാർലി, വരക്, ബജ്ര, തിന ഇതൊക്കെ ചെറുധാന്യങ്ങളാണ്. ഇത്രയാണ് നമുക്ക് ഈ ഒരു സെക്കൻഡ് ലെസണിൽ ഉള്ളത് കേട്ടോ. ഇനി നമുക്ക് തേർഡ് ലെസണും കൂടി നോക്കാം. കാരണം ഇത് ചെറിയ ക്ലാസ് ചാപ്റ്റർ ആയതുകൊണ്ട് വളരെ കുറച്ച് കണ്ടന്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചെറിയ ക്ലാസ്സൊക്കെ കുറച്ചധികം കാര്യങ്ങൾ നോക്കി വേണം ഡെയിലി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് തൊഴിൽ വൈവിധ്യങ്ങൾ ഈ ഒരു ചാപ്റ്ററോട് കൂടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അവസാനിക്കുക കേട്ടോ. തൊഴിൽ വൈവിധ്യങ്ങൾ ചാപ്റ്റർ 3, 5th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 3 തൊഴിൽ വൈവിധ്യങ്ങൾ. അപ്പോൾ തൊഴിൽ വൈവിധ്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്? അതായത് ഈ ഭാഗത്ത് വരുന്നത് തൊഴിലും ജോലിയും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് വരുമാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കാം. വരുമാനം നോക്കാം. എന്താണ് വരുമാനം എന്ന് പറയുന്നത്? നമ്മൾ തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, നമുക്ക് വരുമാനം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഓക്കെ. അപ്പോൾ അധ്യാപനം, കച്ചവടം, ആതുര സേവനം അങ്ങനെ പല അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായിട്ട് നമുക്ക് എന്ത് ലഭിക്കുന്നു? പ്രതിഫലമായിട്ട് പണം ലഭിക്കുന്നു. അപ്പോൾ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അധ്യാപനം, കച്ചവടം, ആതുര സേവനം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന വ്യക്തികൾക്ക്, ഏതൊരു വ്യക്തിക്കാണെങ്കിലും അദ്ദേഹം ഏർപ്പെടുന്ന പ്രവൃത്തിയിൽ നിന്ന് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമുക്ക് എന്ത് പറയുന്നത്? വരുമാനം എന്ന് പറയുന്നത്. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന്റെ ഭാഗമായിട്ട് ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത്. ഇനി തൊഴിലിനെ കുറിച്ച് എന്താണ് ഒരു കവിത വന്നിട്ടുണ്ട്. എന്താണ്? പഠിപ്പ് തീർന്നാൽ പള്ളിക്കൂടം വിട്ടുകഴിഞ്ഞാൽ പറയുക പിന്നീട് എന്തൊരു പണിക്ക് പോകും നീ. അപ്പോൾ ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ എന്ന് പറഞ്ഞ് ഓരോരുത്തരായിട്ട് മറുപടി പറയാണ്. അപ്പോൾ ടീച്ചർ ക്ലാസ് ചോദിക്കില്ലേ വാട്ട്സ് യുവർ അംബിഷൻ അത് ചോദിക്കും. അപ്പോൾ അതുപോലെ ഒരു കവിതയാണ്. അപ്പോൾ ആ ഒരു ചോദ്യം അതിനുള്ള ഉത്തരം ഒരു കവിത എന്ന രീതിയിൽ NV കൃഷ്ണവാര്യരുടെ ഒരു കവിതയാണ് 5th സ്റ്റാൻഡേർഡിൽ പഠിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വരുമാനം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? കൃഷിപ്പണിയിൽ നിന്ന് നമുക്ക് വരുമാനം ലഭിക്കും. പിന്നെ അതുപോലെ കച്ചവടം, കച്ചവടം, പിന്നെന്താണ്? പട്ടാളത്തിൽ പോകുന്ന ഒരു കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പിന്നെന്താണ്? വിദ്യാലയം, അപ്പോൾ ഒരു അധ്യാപകൻ, അപ്പോൾ അധ്യാപന മേഖലയിൽ നിന്ന് നമുക്ക് വരുമാനം ലഭിക്കും. അപ്പോൾ എന്ത് ജോലിയാണോ നമ്മൾ ചെയ്യുന്നത് അതിൽ നിന്ന് നമുക്ക് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് ലഭിക്കുന്ന പണം, അതിനെ വരുമാനമായിട്ട് നമുക്ക് പറയാം. വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ. തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു. വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ. അപ്പോൾ വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായിട്ടോ ഭൗതികമായിട്ടോ ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. തൊഴിലിൻ്റെ പ്രതിഫലം കൂലിയായിട്ടോ ശമ്പളമായിട്ടോ ലഭിക്കും. ഒരു വ്യക്തിയുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ. ഇനി കൂലിയും ശമ്പളവും. കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി. മണിക്കൂറുകളുടെയോ ദിവസത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കപ്പെട്ട് നൽകുന്നത്. എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം. അപ്പോൾ ശമ്പളവും കൂലിയും തമ്മിലുള്ള വ്യത്യാസമാണ് പറഞ്ഞിരിക്കുന്നത്. കരാർ പ്രകാരമുള്ള സേവനങ്ങൾ നിർവഹിക്കുന്നതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലത്തെ കൂലി എന്ന് പറയും. ഈ കൂലി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? ചിലപ്പോൾ മണിക്കൂർ ബേസ്ഡ് ആയിരിക്കും അല്ലെ, അവർലി ബേസ്ഡ് ആയിരിക്കും കൂലി, അല്ലെങ്കിൽ ദിവസം പെർ ഡേ ആയിരിക്കും, അല്ലെങ്കിൽ വീക്കിലി ആയിരിക്കും. അപ്പോൾ ഇതിനെ കൂലി എന്ന് പറയും. എന്നാൽ പ്രതിമാസമാണ് ലഭിക്കുന്നതെങ്കിൽ, ജീവനക്കാർ ചെയ്യുന്ന ഡ്യൂട്ടിക്ക് പ്രതിമാസമാണ് തൊഴിലുടമ പ്രതിഫലം നൽകുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ശമ്പളം എന്ന് പറയാം. ഓക്കെ. ഇനി വരുമാന സ്രോതസ്സുകളെ കുറിച്ചാണ് പറയുന്നത്. വരുമാന സ്രോതസ്സുകൾ. അതിനു മുമ്പ് ആസ്തി എന്താണെന്ന് നോക്കാം. വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ എന്ന് അറിയപ്പെടുന്നത്. കെട്ടിടങ്ങൾ, വസ്തുവകകൾ തുടങ്ങിയവ ആസ്തികൾക്ക് ഉദാഹരണമാണ്. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ വരുമാനം നേടുന്നത് വിവിധ തരം തൊഴിലുകളിലൂടെയാണ്. കൃഷി, ബിസിനസ്, ബാങ്ക് നിക്ഷേപം, ആസ്തി എന്നിവയിൽ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുക്കളോ ആണ് വരുമാന സ്രോതസ്സുകൾ. വരുമാനം ലഭിക്കുന്നത് എവിടെ നിന്നാണോ അതിന് നമുക്ക് എന്ത് പറയാം? വരുമാന സ്രോതസ്സുകൾ എന്ന് പറയാം. ചിലപ്പോൾ നമ്മുടെ അധ്വാനത്തിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ വസ്തുവകകളിലൂടെ ആയിരിക്കാം. അപ്പോൾ അതൊക്കെ എന്താണ്? വരുമാന സ്രോതസ്സുകളാണ്. ഓക്കെ. ഇനി ബാങ്ക് നിക്ഷേപവും എന്താണ്? ഒരു വരുമാന സ്രോതസ്സാണ്. ബാങ്ക് നിക്ഷേപം, ആസ്തി, ബിസിനസ്, കൃഷി ഇതെല്ലാം എന്താണ്? വരുമാന സ്രോതസ്സാണ് എന്നുള്ളത് ഓർക്കുക.
അപ്പോൾ നോക്കിക്കോളൂ, കൃഷി എന്ന വരുമാന സ്രോതസ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് വിള, അല്ലെ, ആ വിളയിലൂടെയാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത്. തൊഴിലാണെങ്കിൽ ഒന്നുകിൽ കൂലി ലഭിക്കും അല്ലെങ്കിൽ ശമ്പളം ലഭിക്കും. ബിസിനസ് ആണെങ്കിൽ ലാഭം, ബാങ്ക് നിക്ഷേപത്തിലൂടെ പലിശ, ആസ്തികളിലൂടെ വാടക അല്ലെങ്കിൽ പാട്ടം, ഓഹരി നിക്ഷേപങ്ങളാണെങ്കിൽ ലാഭവിഹിതം. അപ്പോൾ ഡിഫറെൻറ്റ് വരുമാന സ്രോതസ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വരുമാനങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഈ ഒരു ബോക്സിൽ തന്നിരിക്കുന്നത്. ഇനി വ്യക്തിഗത വരുമാനവും കുടുംബ വരുമാനവും. വരുമാന സ്രോതസ്സുകൾ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ അവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും വ്യത്യസ്തമായിരിക്കും. ഒരു വ്യക്തിക്ക് തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം നേടാൻ കഴിയും. ഉദാഹരണത്തിന്, കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് ലഭ്യമാകുന്ന പലിശ, കൃഷിയുടെ അനുബന്ധ ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന ലാഭം, ഇതെല്ലാം എന്താണ്? അദ്ദേഹത്തിൻ്റെ വരുമാനമാണ്. ഇത്തരത്തിൽ തൊഴിലുകളിലൂടെയും തൊഴിലിതര മാർഗങ്ങളിലൂടെയും ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നു. ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം. എന്താണ്? ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനമെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന വരുമാനത്തെയാണ് കുടുംബ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ കുടുംബ വരുമാനം ഫാമിലി ടു ഫാമിലി എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി തൊഴിലുകൾ വിവിധ തരം എന്ന് പറഞ്ഞ് പിക്ചേഴ്സാണ് തന്നിരിക്കുന്നത്. ഇനി കാർഷിക തൊഴിലുകൾ എന്നും കാർഷികേതര തൊഴിലുകൾ എന്നും തന്നിരിക്കുന്നു. നോക്കാം. പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപ്പാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത്, കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി തുടങ്ങിയവ കാർഷിക തൊഴിലുകളാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കൃഷി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ 46.5% പേരും കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഇക്കണോമിക് റിവ്യൂ 2022-23 ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ 46.5% ആളുകളും കൃഷിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി കാർഷികേതര തൊഴിലുകൾ എന്ന് പറയുമ്പോൾ കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളെയും കാർഷികേതര തൊഴിലുകളായിട്ട് നമുക്ക് പറയാം. അതായത് കന്നുകാലി വളർത്തൽ, പിന്നെ സസ്യങ്ങൾ വളർത്തുന്നത്, മത്സ്യകൃഷി, ഇതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന മറ്റു തൊഴിലുകളൊക്കെ നമുക്ക് കാർഷികേതര തൊഴിലുകളായിട്ട് പരിഗണിക്കാം. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും വിവിധ തരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളാണ്. വസ്ത്രനിർമ്മാണം, കെട്ടിട നിർമ്മാണം, ബിസിനസ്, ബാങ്കിംഗ്, അധ്യാപനം, ഗതാഗതം, ഫാക്ടറി തൊഴിലുകൾ തുടങ്ങിയവ കാർഷികേതര തൊഴിലുകൾക്ക് ഉദാഹരണവുമാണ്. ഇനി കാർഷിക തൊഴിലുകൾ, കാർഷികേതര തൊഴിലുകൾ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് ഇവിടെ നോക്കാം. ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. സ്വയം തൊഴിൽ എന്താണ്? ഒരു തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്രമായിട്ട് സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തി തൻ്റെ സംരംഭത്തിൻ്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്വവും നിർവഹിക്കുന്നു. സ്വയം തൊഴിലിൽ വ്യക്തികൾ കൂടുതലും ഒറ്റയ്ക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത്. അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പൂർണ്ണ അവകാശി സ്വയം തൊഴിൽ സംരംഭകർ മാത്രമായിരിക്കും. സ്വയം തൊഴിൽ എന്താണെന്നുള്ളതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഇനി ഇവിടെ കുറച്ച് പദ്ധതികൾ തന്നിട്ടുണ്ട്. സ്വയം തൊഴിൽ പദ്ധതികളാണ്. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ തന്നെ സ്വയം തൊഴിലിന് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് നടത്തി വരുന്ന കുറേ പദ്ധതികളാണ് തന്നിരിക്കുന്നത്. നവജീവൻ പദ്ധതി, മുതിർന്ന പൗരന്മാരാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ. മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് നവജീവൻ പദ്ധതി. അതുപോലെ കൈവല്യ എന്താണ്? ഭിന്നശേഷിക്കാരാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ. ശരണ്യ, വനിതകളാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ. അപ്പോൾ സ്വയം തൊഴിൽ പദ്ധതികളാണ് നവജീവൻ പദ്ധതി, കൈവല്യ, ശരണ്യ വനിതകളെ ഉദ്ദേശിച്ചും കൈവല്യ ഭിന്നശേഷിക്കാരെ ഉദ്ദേശിച്ചും നവജീവൻ പദ്ധതി മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് ഓർക്കുക. ഇനി ചായപ്പിൽ തുടങ്ങിയ പലഹാര നിർമ്മാണം, അത് ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് ആ ഭാഗത്ത് തന്നിരിക്കുന്നത്. നമുക്ക് അവിടെയൊന്നും ആവശ്യമില്ല. ഇനി അധ്വാനിക്കാനുള്ള മനസ്സും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ വിവിധ തൊഴിലുകൾ ചെയ്ത് ജീവിത വിജയം കൈവരിക്കാം. നമുക്ക് കൂടിയുള്ള ഒരു പോയിന്റാണത്, അല്ലേ? PSC മാത്രം കിട്ടിയിട്ട് അത് നമ്മുടെ ഒരു പ്ലാൻ എ ആണ്. ആ ഒരു പ്ലാൻ എ നമുക്ക് നിറവേറ്റാനായിട്ട് അതിൻ്റെ മാക്സിമം നമ്മൾ പ്രവർത്തിക്കുക. എന്നിട്ട് അതിൽ ലക്ക് എന്ന് പറയുന്നതും ഗോഡ് ബ്ലെസ്സിങ് എന്ന് പറയുന്നതും ഒക്കെ ഒരു ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ പഠിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ കൂടെ ആ ജോലി പോരുമെന്ന വിശ്വാസത്തോടു കൂടി തന്നെ നമ്മൾ പഠിക്കുക. ഇനി ഇൻ കേസ് നമുക്കത് കിട്ടിയില്ല എങ്കിൽ നിരാശപ്പെടേണ്ട എന്നാണ് പറഞ്ഞു വന്നത്. അധ്വാനിക്കാനുള്ള മനസ്സും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ വിവിധ തൊഴിലുകൾ ചെയ്ത് ജീവിത വിജയം കൈവരിക്കാം.
എല്ലാ തൊഴിലിനും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്. വിദ്യാഭ്യാസത്തിനും അഭിരുചിക്കും അനുസരിച്ച് ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കാൻ ഓരോരുത്തർക്കും അവകാശവും ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിൽ വെച്ചിട്ട് പോസിറ്റീവ് മൈൻഡോട് കൂടി നല്ല രീതിയിൽ എല്ലാവരും പഠിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3 ചാപ്റ്റേഴ്സാണ് പഠിച്ചത്. ഓക്കെ, 3 ചാപ്റ്റേഴ്സ്. അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സും ന്യൂ SCERTയിൽ 5th സ്റ്റാൻഡേർഡിലെ 3 ചാപ്റ്ററാണ് പഠിച്ചത്. അപ്പോൾ തൊട്ടടുത്ത ദിവസം ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി നമ്മൾ പഠിക്കും. അപ്പോൾ അങ്ങനെ ക്ലാസ് വൈസ് ആയിട്ടായിരിക്കും നമ്മൾ സോഷ്യൽ പഠിക്കുന്നത് കേട്ടോ. ആദ്യം ന്യൂ SCERT 5th സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ചെയ്യും, അതിനുശേഷം ഓൾഡ് SCERT 5th സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ചെയ്യും. ആ രീതിയിലാണ് പഠിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ചാനലും നമ്മുടെ ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഷെയർ ചെയ്ത് ഫ്രണ്ട്സ് സർക്കിളിലേക്ക് എത്തിക്കുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്തേക്കുക. അവിടെയാണ് നമ്മൾ വീക്ക്ലി സ്റ്റഡി പ്ലാനുകളും സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. താങ്ക് യു ഓൾ.